പെരുമ്പാവൂർ വാഴക്കുളം പാര്യത്തുകാവ് ഒഴിപ്പിക്കൽ നടപടി തടസ്സപ്പെട്ടതിനെക്കുറിച്ച് അഭിഭാഷക കമ്മീഷൻ ഇന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയെ അറിയിക്കും. അതേസമയം ഒഴിപ്പിക്കലിനെതിരെ പാര്യത്തുകാവിൽ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. വിവരങ്ങളുമായി ഷീന മാർട്ടിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷീന, ഗുഡ് മോർണിംഗ്. ഈ മജിസ്ട്രേറ്റ് കോടതി റൂറൽ എസ് പി ഉൾപ്പെടെ നേരിട്ട് ഹാജരാകണം, എന്തുകൊണ്ടാണ് പോലീസ് കൃത്യമായ ഇടപെടൽ നടത്താതിരുന്നത് എന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. അഭിഭാഷക കമ്മീഷൻ ഇന്ന് നൽകുന്ന റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ പാര്യത്തുകാവിൽ ജനങ്ങളുടെ പ്രതിരോധം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ബിനിൽ. അതായത് കഴിഞ്ഞ തവണ പാര്യത്തുകാവിൽ ഒഴിപ്പിക്കലിനെത്തിയപ്പോൾ അഭിഭാഷക കമ്മീഷൻ പ്രധാനമായും കോടതിയെ അറിയിച്ചിരുന്നത് പോലീസ് സഹകരിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളായിരുന്നു. എന്നാൽ ഇത്തവണ അതായത് ഇന്നലെ പോലീസിന്റെ വലിയൊരു സന്നാഹത്തോടു കൂടിയാണ് പാര്യത്തുകാവിലേക്ക് അഭിഭാഷക കമ്മീഷൻ എത്തുന്നത്. എന്നിരുന്നാൽ തന്നെയും പോലീസിന്റെ ഇത്രയും വലിയ സന്നാഹം അവിടെ ഉണ്ടായിട്ട് കൂടിയും പാര്യത്തുകാവിൽ ഒഴിപ്പിക്കൽ നടപടികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായത്. 13ാമത്തെ തവണയാണ് ഇന്നലെ ഒഴിപ്പിക്കലിനായി അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തുന്നത്. ഇനി തിങ്കളാഴ്ചയാണ് അഭിഭാഷക കമ്മീഷൻ അടുത്ത ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. തിങ്കളാഴ്ചയായിരിക്കും. ഇന്നായിരിക്കും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിൽ ഇനി അഭിഭാഷക കമ്മീഷൻ നേരത്തെ അറിയിച്ചതുപോലെ നേരത്തെ പോലീസിനെയായിരുന്നു കുറ്റം പറഞ്ഞതെങ്കിൽ ആ റിപ്പോർട്ടിൽ ഇനി എന്തൊക്കെയാണ് അവതരിപ്പിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നതേ ഉണ്ടാവുകയുള്ളൂ. അതിനെ തുടർന്നായിരിക്കും ഇനി തിങ്കളാഴ്ച വീണ്ടും പാര്യത്തുകാവിൽ ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുക. എന്നാൽ അതേസമയം ശരി, വ്യക്തമാണ്.